ഡാഡിയുടെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഡാഡി കാണിച്ചു പറയുന്നല്ല മോളെ. അതിനെതിരെ വേണ്ട നടപടി എടുപ്പിക്കാനുള്ള കാര്യം ഡാഡി ചെയ്യും. അതെ, ഫീസ് വാങ്ങാൻ യുവമാർക്ക് എന്താ ഉത്സാഹം. രക്ഷാർത്ഥാക്കൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി ഫീസ് അടക്കണമെന്ന് യുവമാർക്ക് അറിയണ്ടല്ലോ. അങ്ങ് തോപ്പിക്കുക, അല്ലെങ്കിൽ ടി സി എടുത്ത് വിടുക. അവരെ മാത്രമല്ല ആരും ആ സ്കൂളിൽ എങ്ങും പോകും. കുറച്ച് കൂട്ടി പറഞ്ഞോട്ടോ. അതൊക്കെ ഡാഡിക്ക് അറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. ഇല്ല, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാൻ പോവാണ്. എന്റെ അഭിപ്രായത്തിൽ ക്ലീറ്റോ പോകണ്ടെന്ന് കേട്ടോ. അല്ല, ക്ലീറ്റോ വിചാരിച്ച നടക്കില്ല. ക്ലീറ്റോ നീ ഞാനും എന്റെ പാർട്ടി എന്ത് ചെയ്യാൻ പറ്റുമോ കാണിച്ചു തരാം. ഇതുവരെ നിങ്ങളുടെ പാർട്ടിക്കാർ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും, ഞാൻ നടക്കുന്ന കാര്യം പറയാം. ക്ലീറ്റോ അമ്പളിക്കുട്ടൻ ചേട്ടൻ്റെ അടുത്ത് എന്നിട്ട് അനുനയിപ്പിച്ച് അമ്പളിക്കുട്ടൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അമ്പളിക്കുട്ടൻ ചേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തത്. കുറെ പിള്ളേരെ വെളിയിലൊക്കെ അതിന്റെ കൂട്ട് നിന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചുതരാം. നിരുത്സാഹപ്പെടുത്തല്ലേ. അയ്യോ, നിന്റെ അമ്മക്ക് അങ്ങനെ പെന്തിരിപ്പിയല്ലേ ഒരു പെന്തിരിപ്പി. ഇങ്ങനെ ഒരു ഇതുവരെ ക്ലീറ്റോ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇത് നടക്കില്ല ആണല്ലോ. പക്ഷെ ക്ലീറ്റോയും ക്ലീറ്റോയുടെ പാർട്ടിയും ഇന്നേ വരെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി എന്തും സംഭവിക്കാം. ഇതും കൂടി നടന്നില്ലെങ്കിൽ ഇനി വെല്ലുവിളിക്കാൻ വേറെ അവസരങ്ങളില്ല. പുതിയത് ഉണ്ടാക്കണം. ഇത് നടക്കും. ഇത് ഞാൻ നടത്തി കാണിച്ചിരിക്കും. ഇനി അഥവാ നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ക്ലീറ്റോയുടെ തലയൊക്കെ മുട്ടയടിക്കും. പ്രശ്നം തീരുമല്ലോ. തന്നെ എപ്പോഴും പറയണത്. നടക്കും മക്കളെ, പ്രാർത്ഥിക്ക്. നീ വേണ്ട, അയ്യോ നീ ദൈവം പ്രാർത്ഥിച്ചോളല്ലേ. എന്റെ പൊന്നുമോള് പ്രാർത്ഥിച്ചോ കേട്ടാ. അവള് കളിക്കുന്നു. ക്ലീറ്റസിനെ പറ്റിയേ നിനക്ക് ഒന്നും അറിയില്ല. ഭാര്യയാണെന്ന് പറഞ്ഞ കൂടെ വേസ്റ്റ്. ആവശ്യമില്ലാത്ത പറയാനാ. ഇപ്പൊ നോക്കിക്കോ, ഈ കാര്യം നടക്കും. നീ നോക്കിക്കോ. പിന്നെ സന്തോഷമായാന്നാ? എനിക്കറിയാം ഇങ്ങനെ വരുവോളെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതാ. ആര് കേൾക്കാൻ? അല്ലെങ്കിൽ തന്നെ എത്ര പിള്ളേരെ ഭാവി പോണ കാര്യമോ ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ വളരെ സന്തോഷമായി. എനിക്കറിയാം, ഞാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സപ്പോർട്ടർ ഉണ്ടായിരുന്നു. ശരി 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 എന്നാ, ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. തങ്കം തങ്കം ഇത് റെഡിയായി ചേട്ടാ. നമ്മളെ സ്കൂളിലെ പ്രശ്നം എല്ലാം സോൾവ് ആയി. എവിടെ ഇനി 9ാം ക്ലാസ്സിൽ ആരും ടീച്ചർ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന പരിപാടി ആ സ്കൂളിൽ മാത്രമല്ല ചേട്ടാ. ആ സ്കൂളിൽ മാത്രം, ഒരു സ്കൂളിലും. ചേച്ചീനും ചേട്ടനെ പറഞ്ഞു വിടൂല. എന്താ ചേച്ചിന് വരുന്നത്? ഭയങ്കര വിഷമായിരുന്നു പറഞ്ഞു വിടുമെന്ന്. എല്ലാവർക്കും കൊച്ചു കൊച്ചു പിള്ളേരില്ലേ. നന്നായി ക്ലീറ്റോ മറ്റേ സമരമൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായി. അറിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ ഇപ്പൊ. പുള്ളിയോടെ ഉണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവനെ കൊണ്ടേ പറ്റുള്ളൂ. എന്താണെന്നറിയാമോ, ഞാനായിട്ട് ഇനി അവന് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ ഒന്നും ചെയ്യില്ല. നമ്മുടെ പ്ലാൻ സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ട്. അല്ല, രാഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.